SNDPയുമായി സഹകരിക്കാൻ കഴിയില്ലെന്ന് തുറന്നു പറഞ്ഞ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ രൂപരേഖയില്ലാതെ എങ്ങനെയാണ് ഐക്യം പ്രഖ്യാപിക്കുക? NSS ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഐക്യനീക്കം വേണ്ടെന്ന് നിർദ്ദേശിച്ചത് താൻ തന്നെയെന്ന് സുകുമാരൻ നായർ പെരുന്നയിൽ പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, എന്താണ് ഒരു മനംമാറ്റം? ശ്യാമ, NSS സ്വീകരിക്കുന്ന സമദൂര നിലപാട്, ആ സമദൂര നിലപാടിൽ മാറ്റം വരുത്താൻ ആകില്ല എന്നത് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ NSS SNDP ഐക്യവുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് NSS ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് തീരുമാനം എടുത്തിരിക്കുന്നത്. 27 അംഗങ്ങളാണ് ഡയറക്ടർ ബോർഡിലുള്ളത്. അതിൽ 26 അംഗങ്ങളും ഇന്ന് യോഗത്തിൽ പങ്കെടുത്തു. ഒരാൾ മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിട്ടുനിൽക്കുകയായിരുന്നു. ആ 26 അംഗങ്ങളും ഈ സമദൂര നിലപാടിൽ മാറ്റം ഉണ്ടാകുന്നതിനാൽ ഐക്യ നീക്കവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തെ അനുകൂലിക്കുകയായിരുന്നു എന്നുള്ളതാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് NSSന്റെ അടിസ്ഥാന തത്വങ്ങൾ നിലനിർത്തിക്കൊണ്ട് SNDPയുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിലപാടാണ്, പ്രതികരണമാണ്. ആദ്യഘട്ടത്തിൽ SNDPയുടെ ഭാഗത്തു നിന്ന് NSSുമായി യോജിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ മുതൽ NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയതെങ്കിൽ ഇപ്പോൾ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം ഈ സമദൂര നിലപാടിൽ മാറ്റമുണ്ടാകും. സമുദായങ്ങളുമായും മറ്റ് രാഷ്ട്രീയ കക്ഷികളുമൊക്കെയായി ഐക്യ സമീപനവുമായി അല്ലെങ്കിൽ യോജിച്ചുള്ള ഏതെങ്കിലും രീതിയിലുള്ള നിലപാടിൽ യോജിപ്പ് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ സമദൂര നിലപാടിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി SNDPയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് NSS ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളിയാണ് ഈ ഐക്യ ചർച്ചയ്ക്ക് വേണ്ടി SNDP നിയോഗിച്ചിരുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയോട് NSS ആസ്ഥാനത്തേക്ക് വരേണ്ടതില്ല, ഐക്യ ചർച്ച ഇനി തുടരേണ്ടതില്ല എന്നുള്ള കാര്യം SNDP നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ ഇതൊരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. ഇനി അതിൽ ചർച്ചകൾ ഒന്നുമില്ല, രൂപരേഖ പോലും തയ്യാറായിട്ടില്ല. പ്രാരംഭഘട്ട ചർച്ചകൾ മാത്രമാണ്, പ്രാരംഭഘട്ട നടപടികൾ മാത്രമാണ് ഈ ഐക്യ സമീപനവുമായി ബന്ധപ്പെട്ട് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ രൂപരേഖ ഒന്നും ആയിട്ടില്ല. ഇതിന്റെ എങ്ങനെയായിരിക്കണം ഐക്യം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒന്നും നിലപാട് സ്വീകരിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു നീക്കവുമായി ഐക്യ സമീപനവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ NSS നേതൃയോഗം ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ജനറൽ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു സമുദായ സംഘടനകളോടും മറ്റ് സമുദായ സംഘടനകളോടുമൊന്നും അവരുടെ നിലപാടിൽ യോജിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് NSSനെ സംബന്ധിച്ച് സാധ്യമല്ല. സമദൂരം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള NSSന്റെ നിലപാട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ SNDPയുമായി സൗഹൃദത്തിൽ ആയിരിക്കും, മറ്റ് സമുദായ സംഘടനകൾ ഒക്കെയായും സൗഹൃദം ഉണ്ടാകും. പക്ഷേ അത് നിലപാടിൽ യോജിച്ചുകൊണ്ട് ഐക്യ സമീപനവുമായി മുന്നോട്ട് പോകാനില്ല, അത് അടഞ്ഞ അധ്യായമാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന NSSും SNDPയും ആയി ചില കാര്യങ്ങളിൽ ഈ ഐക്യ നീക്കവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ആശയ വ്യത്യാസമുണ്ട്. അത് തുഷാർ വെള്ളാപ്പള്ളിയെ NSS ആസ്ഥാനത്തേക്ക് അയക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തുഷാർ വെള്ളാപ്പള്ളി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ ചർച്ചയ്ക്ക് വേണ്ടി NSS ആസ്ഥാനത്തേക്ക് അയക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ആശയപരമായി NSSന് വിയോജിപ്പുണ്ട്. NSSന്റെ മുഴുവൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഈ ഐക്യ നീക്കവുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. താനാണ് ഈ പ്രതികരണം, ഈ ഒരു അറിയിപ്പിൽ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം അന്തിമമാണ്, എല്ലാവരും ഒന്നിച്ചെടുത്ത തീരുമാനമാണ്, അതിൽ ഭിന്നാഭിപ്രായം ഒന്നും ഇല്ല. അതൊരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് NSS ജനറൽ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം നേരത്തെ നടത്തിയിരുന്നു. സമകാലികമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടിത മത ന്യൂനപക്ഷങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സാണ്, മറുവശത്ത് പോപ്പുലർ ഫ്രണ്ടും PDPയും പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്ന CPM ആണ്. അപ്പോൾ ഈ ഇടത് വലത് മുന്നണികളൊക്കെ ഇപ്പോൾ മതമൗലികവാദികളുടെ ചട്ടുവങ്ങളായി മാറുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെ കടമെടുത്താൽ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ഹൈന്ദവർ ഒന്നിച്ചു പോകണം, ആ ഒരു ഐക്യത്തിൻ്റെ കാഹളം മുഴക്കണം എന്നുള്ളതൊക്കെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അധികം ദിവസങ്ങളുമായിട്ടില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടോ ഇന്നത്തെ പ്രതികരണത്തിൽ? ഇഷാമ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം G. സുകുമാരൻ നായർ SNDP ഇങ്ങനെയൊരു ആഹ്വാനം മുന്നോട്ട് വെച്ചപ്പോൾ മുതൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഇക്കാര്യം അദ്ദേഹം ഇന്നത്തെ
വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ചിട്ടുണ്ട്. ഹൈന്ദവ സമുദായ സംഘടനകൾ ഒന്നിച്ചു നിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം ആണ് എന്നുള്ള വാദം അദ്ദേഹം ശരിവെക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ആശയപരമായി യോജിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ SNDPയുമായി യോജിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തിയത്. അത് പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമദൂര നിലപാട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഐക്യ നീക്കവുമായി മുന്നോട്ട് പോയാൽ സമദൂരം പാളും, അത് NSSന്റെ നിലപാടിന് വിരുദ്ധമായി മാറും. അതുകൊണ്ട് ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഹൈന്ദവ സംഘടനകൾ ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞ ജി സുകുമാരൻ നായർ ഇത്തവണയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് അനിവാര്യമായ കാര്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ NSSന് ഡയറക്ടർ ബോർഡ് യോഗം, നേതൃയോഗം ചേർന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്താൻ കഴിയുന്നില്ല. SNDPയുമായി കേരളത്തിലെ പ്രബലമായിട്ടുള്ള രണ്ട് സമുദായ സംഘടനകൾ തമ്മിൽ ചേർന്ന് മുന്നോട്ട് പോകേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ള വസ്തുത നിലനിൽക്കെ പക്ഷേ ആ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അത് ആശയപരമായി NSS നിലനിർത്തുന്ന ഈ സമദൂര നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായി മാറും എന്നുള്ള കാര്യം ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് NSS ജനറൽ സെക്രട്ടറി, NSS നേതൃയോഗം ചേർന്ന് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുന്നത്, നേരത്തെ SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പണ്ട് ഇങ്ങനൊരു ഐക്യം ഉണ്ടായപ്പോൾ അതിന് ദുരുദ്ദേശത്തോടു കൂടി അതിനെ തെറ്റിക്കുകയും രണ്ട് വഴിക്കാക്കാനും ഒക്കെ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയത് മുസ്ലിം ലീഗായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ചില മതസംഘടനകളൊക്കെ പറഞ്ഞിരുന്നു, മുസ്ലിം മതസംഘടനകൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രതികരിച്ചിരുന്നു, SNDP NSSും ഐക്യമൊന്നും പ്രാവർത്തികമാവില്ല, അത് നടക്കരുത് എന്നൊക്കെ ആ തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ചില വിലയിരുത്തൽ കൂടി വന്നാൽ തെറ്റു പറയാനാവുമോ? തെറ്റു പറയാനാകില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഈ ഐക്യ നീക്കം പാളുന്നതിന് വേണ്ടി, അതിൽ തടസ്സമുണ്ടാക്കുന്നതിന് വേണ്ടി ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം വരെ SNDPയുമായി യോജിച്ചു പോകാം, കൃത്യമായി തന്നെ ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ചു നിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ ജി സുകുമാരൻ നായരാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ നേതൃയോഗത്തിന് ശേഷം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഭൂരിപക്ഷ അഭിപ്രായമാണ്. ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത 26 അംഗങ്ങളും ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറയുമ്പോഴും നേരത്തെ ഇങ്ങനെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുമ്പോൾ പോലും ഈ നിലപാട് ഈ SNDPയുമായി യോജിച്ച് പ്രവർത്തിക്കാം എന്നുള്ള കാര്യത്തിൽ തനിക്ക് അനുകൂല നിലപാട് ഡയറക്ടർ ബോർഡ് യോഗവും ഇതിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണമായി ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഈ യോഗം ചേർന്നതിന് ശേഷം ഇങ്ങനൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ, അത് പ്രധാനമായും ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ബാഹ്യ സമ്മർദ്ദങ്ങളുടെ പുറത്താണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രഷർ ഗ്രൂപ്പായി, സമ്മർദ്ദ ഗ്രൂപ്പായി ഹൈന്ദവ സംഘടനകൾ മാറുന്നതിൽ വിരളിപ്പുണ്ട ഏതെങ്കിലുമൊക്കെ സംഘടനകൾ, വിഭാഗങ്ങൾ ആണോ ഇത്തരത്തിൽ ഈ ഇങ്ങനെയൊരു പിന്മാറ്റത്തിലേക്ക് സുകുമാരൻ നായരെയും NSSനെയും നയിച്ചത് എന്നുള്ള കാര്യമാണ് വിലയിരുത്തേണ്ടത്, സംശയിക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, വിലയിരുത്തലുകളൊക്കെ ഇനി രാഷ്ട്രീയ കേരളത്തിൽ സമുദായ സംഘടനകൾ, രണ്ട് പ്രബലമായ സമുദായ സംഘടനകൾ ഒരുമിക്കാനിരിക്കെ ഇത്തരത്തിലുള്ള ഒരു വേറിട്ട പ്രതികരണം NSSന്റെ ഭാഗത്തു നിന്ന് നിലപാടിൽ മാറ്റമുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളും ഇനി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരാഴ്ചക്കിടയിൽ ആദ്യഘട്ടത്തിൽ NSSും SNDPയും ചേർന്ന് മുന്നോട്ട് പോകണം, കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ട് പ്രബല വിഭാഗങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഒരു പ്രഷർ ഗ്രൂപ്പ്, ഒരു സമ്മർദ്ദ വിഭാഗമായി തന്നെ പ്രവർത്തിക്കേണ്ടത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ പശ്ചാത്തലം നിലനിൽക്കെ നേതൃയോഗം ചേരുമ്പോഴും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത എന്ന് ആവർത്തിച്ച് പറഞ്ഞ ജി സുകുമാരൻ നായർ ഇത്തരത്തിൽ നേതൃയോഗം ചേർന്ന് ഒരു വിഭിന്ന അഭിപ്രായത്തിലേക്ക് എത്തിയതിന് പിന്നിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ബാഹ്യ സമ്മർദ്ദങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് പുറത്തു വരട്ടെ. ഇങ്ങനൊരു നിലപാട് മാറ്റം, യു ടേൺ എന്തിനായിരുന്നു എന്നതാണ് ഇനി സ്വാഭാവികമായിട്ടും അറിയേണ്ടത്.